കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ എം പി കെ ബിജുവിനെ ED 8 മണിക്കൂറോളം ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ്. കരുവന്നൂരിൽ ED സജീവമാകുന്നത് CPM BJP ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണെന്ന് കെ മുരളീധരൻ. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് കസ്റ്റഡിയിലായത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ നടന്നു. ഈ മാസം 9-നാണ് അശ്വതി കാവുതീണ്ടൽ. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിൽ. കരിങ്കൽ കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ എം പി കെ ബിജുവിനെ ED 8 മണിക്കൂറോളം ചോദ്യം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 10-നാണ് കെ ബിജു ED ഓഫീസിൽ ഹാജരായത്. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകി. ED ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയെന്ന് കെ ബിജു പറഞ്ഞു. അതേസമയം തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ കെ ഷാജനും ED നോട്ടീസ് അയച്ചിരുന്നു. ഷാജനോട് വെള്ളിയാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ CPM നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളാണ് കെ ബിജുവും ഷാജനും. മുൻ എം പിയായ CPM നേതാവിന് കേസിൽ പ്രതിയായ സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ED കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ബുധനാഴ്ച ഹാജരാകണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം EDയെ അറിയിച്ചു. അതേസമയം CPM മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED കൈമാറി. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ആരോപണം. കരുവന്നൂർ വിഷയത്തിൽ ED സജീവമാകുന്നത് ഡീൽ ഉറപ്പാക്കാൻ വേണ്ടിയാണെന്ന് കെ മുരളീധരൻ. പുങ്കുന്ന മുരളി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നടപടികളിലേക്ക് ED കടക്കില്ല. EDയുടെ ലക്ഷ്യം മോദിക്ക് വേണ്ടി ഒന്നോ രണ്ടോ പേരെ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അയക്കുക എന്നതാണ്. ആ ലക്ഷ്യമാണ് ED നോട്ടീസിന് പുറകിൽ. ഡീലിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി CPM ഓഫീസിൽ വന്ന് ആരും പേടിക്കേണ്ടെന്ന് പറഞ്ഞത്. CPM BJP ഡീൽ വഴി ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരം, തൃശൂർ സീറ്റുകളാണ്. ഡീലുകളിൽ കോൺഗ്രസിന് തെല്ലും ഭയമില്ല. ഇത്തരം ഡീൽ കണ്ടു തന്നെയാണ് താൻ മത്സരത്തിന് ഇറങ്ങിയതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിനിടെ സംഭവം നടന്ന സമയത്തെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളെന്ന് കരുതുന്നവർ വലിയ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറിയോടുന്നതുമായ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ പരിക്കേറ്റ 5 പേരിൽ ആനന്ദപുരം സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ സന്തോഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ മറ്റ് 4 പേരും തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ നടന്നു. മീനമാസത്തിലെ തിരുവോണ നാളിലാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത്. രാവിലെ വടക്കേനടയിലെ ദീപസ്തംഭത്തിന് കീഴെ ഭഗവതി വീട്ടുകാർ കോഴിക്കല്ല് മൂടി ചെമ്പട്ട് വിരിച്ചു. ഭഗവതി വീട്ടിലെ പ്രതിനിധികളായ രാകേഷ് ഭഗവതി, സുജിത്, സുജയ്, പ്രഭവ്, ദേവദേവൻ, ബ്രഹ്മദത്തൻ എന്നിവർ കോഴിക്കല്ല് മൂടലിന് നേതൃത്വം നൽകി. തുടർന്ന് തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചൊല്ലി. ഈ സമയം വടക്കേ മലബാറിൽ നിന്നും എത്തിയ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാരും കൂട്ടരും കോഴിക്കല്ലിൽ പൂവൻ കോഴികളെ സമർപ്പിച്ചതോടെ ഭരണി ആഘോഷത്തിന് ആരംഭമായി. മേപ്പാട്ട് രാധാകൃഷ്ണൻ, പറമ്പത്ത് രാധാകൃഷ്ണൻ, സൂരജ്, തണ്ടരപ്പിള്ളി ജയചന്ദ്രൻ, ആയിഞ്ചേരി നാരായണക്കുറുപ്പ്, മാണിക്കോത്ത് വിജയരാഘവൻ എന്നിവർ കടത്തനാടൻ സംഘത്തിന് നേതൃത്വം നൽകി. ഈ മാസം 9-നാണ് കാവുതീണ്ടൽ. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ
കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിലായി. പാലത്തെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ കുറുകെയാണ് കോൺക്രീറ്റ് നടപ്പാലമുള്ളത്. പ്രദേശവാസികൾക്ക് കനാൽ മുറിച്ചു കടക്കാനായി നിർമ്മിക്കപ്പെട്ടതാണ് പാലം. 1956 മറ്റത്തൂർ കനാൽ പണി കഴിച്ചപ്പോഴാണ് പാലവും നിർമ്മിച്ചത്. മാരാങ്കോട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി വരെ 19 കിലോമീറ്ററോളം നീളമുള്ള മറ്റത്തൂർ കനാലിന് കുറുകെ ഇത്തരത്തിലുള്ള 10-ലേറെ നടപ്പാലങ്ങളുണ്ട്. കടമ്പോടുള്ള കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ ഒരു ഭാഗത്തെ കരിങ്കൽ കെട്ട് തകർന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. കരിങ്കൽ കെട്ട് തകർന്നതോടെ ബണ്ട് ദുർബലമായി ഇടിയാൻ സാധ്യതയുള്ളതാണ് സമീപവാസികളെ ആശങ്കയിലാക്കുന്നത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കനാലിന്റെ ബണ്ട് ദുർബലമായ ഭാഗത്ത് പൊട്ടാനിട വന്നാൽ വെള്ളം വീടുകളിലേക്ക് കുത്തിയൊഴുകി നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് കനാലോരത്തുള്ള കുടുംബങ്ങളുടെ ആശങ്ക. മഴക്കാലത്തിന് മുൻപേ തകർന്ന കരിങ്കൽ കെട്ട് പുനർനിർമ്മിച്ച് ബണ്ടും പാലവും സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. നടത്തറ കുട്ടനെല്ലൂർ ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യ കൂമ്പാരം കുമിഞ്ഞുകൂടുന്നു. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതാണ് പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് വ്യാപകമാകാൻ കാരണം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമാണ് വൻതോതിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മുതൽ അറവ് മാലിന്യങ്ങൾ വരെ റോഡരികിൽ തള്ളിയിട്ടുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കാനെത്തുന്ന തെരുവ് നായ്ക്കൾ കാൽനട യാത്രക്കാരെയും ഇരുചക്ര യാത്രികരെയും ആക്രമിക്കുന്നതും പതിവാണ്. ചാലക്കുടി റെയിൽവേ പുഴമ്പാലത്തിന് മുകളിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ചാടിയ ഇതര സംസ്ഥാനക്കാരൻ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി 40 വയസ്സുള്ള രാമകൃഷ്ണ ബാവേദിയാണ് മരിച്ചത്. എറണാകുളത്ത് നിന്ന് ബംഗളൂരുക്ക് പോവുകയായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് ഇയാൾ പുഴയിലേക്ക് ചാടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ട്രെയിൻ ചാലക്കുടി സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത്. പുരിങ്ങൽകുത്ത് വാച്ചുമരത്ത് രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിൽ ആനക്കൂട്ടം നിന്നത് പരിഭ്രാന്തി പരത്തി. നീണ്ട സൈറൺ മുഴക്കിയതോടെ പിടിയാന 3 കുട്ടികളോടൊപ്പം റോഡിൽ നിന്നും ഓടിമാറി. വാൽപ്പാറയിൽ നിന്ന് രോഗിയുമായി ചാലക്കുടി ആയുർവേദ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന മുരിങ്ങൂർ ഫിലോകാലിയ സന്നദ്ധ സംഘടനയുടെ ആംബുലൻസിന് മുന്നിലാണ് ആന തടസ്സം നിന്നത്. റോഡിന് നടുവിൽ നിന്ന ആന ആംബുലൻസിന് മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ മാത്തച്ചൻ അവസരോചിതമായി സൈറൺ മുഴക്കിയതോടെ ആന കുട്ടികളോടൊപ്പം കാട്ടിലേക്ക് ഉൾവലിഞ്ഞു. വേനൽ കനത്തതോടെ വെള്ളവും തീറ്റയും തേടി വന്യമൃഗങ്ങൾ റോഡിൽ ഇറങ്ങുകയാണ്. അതിരപ്പള്ളി മുതൽ മലക്കപ്പാറ വരെ വിനോദസഞ്ചാരികളും യാത്രക്കാരും ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. പരിയാരം മൂഴിക്കടവ് പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട പരിയാരം പഞ്ചായത്ത് പൗരസമിതി ധർണ നടത്തി. കുരിശ് ജംഗ്ഷനിൽ നടന്ന ധർണ പരിയാരം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ കൂനൻ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് തോമസ് പോട്ടക്കാരൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PM ജബ്ബാർ, പഞ്ചായത്ത് അംഗം PP അഗസ്തി, ജെസി ജോസ്, ജോയിന്റ് സെക്രട്ടറി VD ജോസ്, KV തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു പാലത്തിന് നിരവധി കാലുകളുണ്ട്. കാലുകൾ കൂടുന്തോറും ഈ പാലത്തിന്റെ ഉറപ്പ് കൂടും. ഉറപ്പാണ് ഇവിടെ ഇതാ ഈ നിലനിൽക്കുന്നവരെല്ലാവരും. പെരുമ്പിലാവ് കടവല്ലൂർ പാടശേഖരത്തിലെ 200 ഏക്കർ നെൽകൃഷി വെള്ളമില്ലാതെ പൂർണ്ണമായി ഉണങ്ങി നശിച്ചു. ജലസേചന സംവിധാനങ്ങൾ സംയോജിപ്പിക്കാൻ അധികൃതർക്ക് കഴിയാതിരുന്നതാണ് കൃഷിനാശത്തിന് കാരണമായതെന്ന് കർഷകർ ആരോപിച്ചു. ലക്ഷക്കണക്കിന് രൂപയാണ് കർഷകർക്ക് നഷ്ടമായത്. കൃഷി കരിഞ്ഞുണങ്ങിയതോടെ വിള ഇൻഷുറൻസ് ലഭിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാടശേഖര സമിതിയും കർഷകരും. 30 വർഷം തരിച്ചുകിടന്ന നെൽവയൽ ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ കൃഷിയോഗ്യമാക്കിയത്. നാശത്തിന്റെ തോത് വലുതായതിനാൽ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാം. ഇതിന് കളക്ടറുടെ ഉത്തരവ് വേണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൃഷിവകുപ്പിന് നിവേദനം നൽകുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. അപകടങ്ങൾക്ക് കാതോർത്ത് ചാലക്കുടി പോട്ടയിലെ അലവി സെന്റർ ജംഗ്ഷൻ. നിരന്തരം സംഭവിക്കുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി നൽകി. വർഷങ്ങളായി അപകടങ്ങൾ പതിവായ ജംഗ്ഷനിൽ മിക്ക അപകടങ്ങളിലും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കൂടുതലും അപകടങ്ങൾ പിണഞ്ഞത്. ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. പോട്ട അതിരപ്പള്ളി റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളും കുറുകെ മറ്റ് 2 റോഡുകളിലേക്കുമുള്ള സഞ്ചാരവുമാണ് നിരന്തര അപകടങ്ങൾക്ക് കാരണം. മോസ്കോ സെന്ററിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗം ഏറെ ഉയർന്നാണ് നിൽക്കുന്നത്. ഇതിലൂടെ കയറ്റം കയറിയെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ അതിരപ്പള്ളി റോഡിലൂടെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളുടെ മുന്നിലെത്തിപ്പെടും. ഇത് അപകടത്തിൽ കലാശിക്കും. ഇരുചക്ര വാഹനങ്ങളെ രക്ഷിക്കുന്നതിന് ശ്രമിക്കുന്ന വലിയ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് സമീപത്തെ കടകളിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളും ഏറെയാണ്.
മെയിൻ റോഡിൽ ഹമ്പ് സ്ഥാപിക്കലടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പൊതുപ്രവർത്തകൻ KN സുകുമാരൻ പറഞ്ഞു. ഈ നാലുകൂടി ജംഗ്ഷനിൽ ആ താഴത്തുനിന്ന് കയറി വരുന്ന വണ്ടികൾക്ക് യാതൊരു തരത്തിലും അവിടെ ചവിട്ടി നിർത്താൻ പറ്റാത്തത്രയും കയറ്റാണ്. അപ്പോൾ ആ കയറ്റം കുറയ്ക്കും. അതുപോലെ തന്നെ കനകമല റോഡിൽ നിന്ന് വരുന്ന വണ്ടി ഒരു ഹമ്പിട് ഈ റോഡിൽ ഒരു ബ്രേക്ക് പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയില്ലെങ്കിൽ ആളുകൾ മരണപ്പെടും. എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഈ കടക്കാരൊക്കെയാണ് അവരെ ഈ സെന്റ് ജെയിംസ് പോലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടവിട്ട് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കൽ താനടക്കമുള്ള സമീപവാസികളുടെ ദൗത്യമായി മാറിയെന്ന് കടയുടമ KS ഹാരിഷ് പറഞ്ഞു. പരിഹാരം ആവശ്യപ്പെട്ട ചാലക്കുടി DYSP, RTO, പൊതുമരാമത്ത് വകുപ്പ് മേധാവി എന്നിവർക്കാണ് നാട്ടുകാർ നിവേദനം നൽകിയത്. KN സുകുമാരൻ, KS ഹാരിഷ്, KV അനിലൻ, ഷാജു ചന്ദനപ്പറമ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. TCV ചാലക്കുടി. പെരുമ്പിലാവ് കടവല്ലൂരിൽ വീടിന് തീപിടിച്ചു. ആലങ്ങോട്ട് പറമ്പിൽ അമ്മിണി പാപ്പിൻചുവിന്റെ വീടിനാണ് തീപിടിച്ചത്. അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ സമീപത്ത് കൂട്ടിവെച്ചിരുന്ന വിറകിലേക്ക് തീ പടർന്നതാണ് തീപിടുത്തത്തിന് കാരണമായത്. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിക്സൺ പോൾ, ആദർശ്, ടോണി, ജോസ്, ശ്യാം, ഗോഡ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് തീയണച്ചത്. തളിക്കുളത്ത് വീടിനുള്ളിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹാഷ്മി നഗർ നൂലുപ്പാടത്ത് വീട്ടിൽ 85 വയസ്സുള്ള അബ്ദുൽ ഖാദർ, ഭാര്യ 64 വയസ്സുള്ള ഫാത്തിമ ബീവി എന്നിവരാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചത്. 24 മണിക്കൂർ മുൻപ് ഫാത്തിമ ബീവിയും 18 മണിക്കൂർ മുൻപ് അബ്ദുൽ ഖാദറും മരിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്ങാട് തെരുവുപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് കുമാറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ചെക്ക് കേസുകളും പണം തട്ടിയ കേസുകളും ഉണ്ട്. എറണാകുളം NA കോടതി പ്രതിക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സിവിൽ പോലീസ് ഓഫീസർമാരായ റിജിൻ ദാസ്, ജയേഷ്, രതീഷ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമുള്ള ഒന്നാം ഘട്ട പരിശീലനം ഗുരുവായൂരിൽ നടന്നു. മാസ്റ്റർ ട്രെയിനർമാരായ KP മോഹൻദാസ്, PV ഫൈസൽ, PK സുജൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും LSDD ജോയിന്റ് ഡയറക്ടറുമായ PM ഷഫീഖ്, LSDD സീനിയർ സൂപ്രണ്ട് N ചന്ദ്രശേഖരൻ, P രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 450 പേർക്കാണ് ആദ്യഘട്ട പരിശീലനം നൽകിയത്. ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു. സുരക്ഷയടക്കമുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ക്ഷേത്രത്തോട് ചേർന്ന് സ്വകാര്യ ഗ്യാസ് ഏജൻസി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിർദ്ദിഷ്ട സ്ഥലം ക്ഷേത്രഭൂമിയായിരുന്നു എന്ന് കാണിച്ച് നിലവിൽ കോടതിയിൽ കേസ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഗ്യാസ് ഏജൻസി ആരംഭിക്കുന്നതിനെതിരെ ക്ഷേത്ര കമ്മിറ്റിയും വിശ്വാസികളും രംഗത്തെത്തിയത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. NSS താലൂക്ക് ഭാരവാഹി ചിറക്കൽ നാരായണൻ, SNDP തൃശൂർ താലൂക്ക് ഭാരവാഹി സുബ്രഹ്മണ്യൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് M നാരായണൻകുട്ടി, സെക്രട്ടറി സീതാദേവി അമ്മാത്ത്, കമ്മിറ്റി അംഗം CR സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഏവർക്കും വിനീതമായ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വടക്കാഞ്ചേരി അത്താണി പെരിങ്ങണ്ടൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കുന്നംകുളം സ്വദേശികളായ സഹോദരങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാർ കാറിൽ നിന്നും ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കുന്നംകുളം സ്വദേശി കൊലഴിപ്പറമ്പിൽ വീട്ടിൽ അഖിൽ ഓടിച്ചിരുന്ന കാറിൽ നിന്നും പെരിങ്ങണ്ടൂരിൽ എത്തിയതോടെ തീ ഉയരുകയായിരുന്നു. സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അപകടം. വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ തീയണച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ പുതുക്കാട് പോലീസ് കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആമ്പല്ലൂർ പച്ചളിപ്പുറം അറക്കൽ വിശാഖിനെയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ജയിലിൽ പാർപ്പിച്ചത്. കല്ലൂർ പച്ചളിപ്പുറം പ്രദേശങ്ങളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നിരന്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് പ്രതിയെ തടങ്കലിലാക്കിയത്. മുൻപും ഇയാളെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു. പുതുക്കാട് SHO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്.
BJP കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 43ാമത് ഗണേശൻ ബലിദാന ദിനം ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സതീശൻ തെക്കനിയടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്ത്രമേഖലയിലെ വിശിഷ്ട ഫെലോഷിപ്പുകളിൽ ഒന്നായ മേരി ക്യൂറി ഫെലോഷിപ്പിന് കൈപ്പറമ്പ് സ്വദേശി അർജുൻ കുറൂർ അർഹനായി. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്കിലെ സിലിക്കൺ ഫോട്ടോണിക്സ് ഫോർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ 3 വർഷ ഗവേഷണത്തിനാണ് അവസരം ലഭിച്ചത്. 1,08,00,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക. ഫ്രീക്വൻസി കോംബ് എന്ന സാങ്കേതികവിദ്യയിലൂടെ ഇന്റർനെറ്റ് വേഗത വർദ്ധിപ്പിക്കുന്ന ഗവേഷണത്തിനാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതുതായി സ്ഥാപിച്ച ഓഫീസ് ബിൽഡിംഗിന്റെയും ഡയാലിസിസ് സെന്ററിന്റെയും ഉദ്ഘാടനം ഈ മാസം 10-ന് ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തുടക്കത്തിൽ 10 മെഷീനുകൾ സ്ഥാപിച്ച് ദിവസവും 2 ഘട്ടങ്ങളിലായി 40 രോഗികൾക്കാണ് ഡയാലിസിസ് നടത്തുക. വേലൂർ പഞ്ചായത്തിൽ ഉള്ളവർക്കാണ് മുൻഗണന. ഉദ്ഘാടന കർമ്മം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ നിർവഹിക്കും. കുറുമാൽ പള്ളിക്ക് സമീപത്തുള്ള ഡയാലിസിസ് സെന്ററിനോട് ചേർന്ന് ഉല്ലാസത്തിനും വ്യായാമത്തിനും വേണ്ടി പാർക്ക് നിർമ്മിക്കും. ഇവിടെ എത്തുന്നവർക്ക് സൗജന്യമായി ചപ്പാത്തിയും ദാൽ കറിയും നൽകും. നല്ല ആഹാരം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിൽ വ്യാപകമായി പച്ചക്കറി കൃഷികൾ ആരംഭിക്കും. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ഡയറക്ടർ ജനറൽ സാൻജോ നമ്പാടൻ എന്നിവർ പങ്കെടുത്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കുടുംബസംഗമം ഗുരുവായൂർ നഗരസഭ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം S സോമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി M ജയപ്രകാശ്, CITU ഗുരുവായൂർ കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, MT മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അതാണ് ഭാഷയുടെ പ്രത്യേകത. അങ്ങനെയുള്ളൊരു നാടാണ്. പച്ചക്കറി മാത്രമേ കഴിക്കുന്നവരുള്ളൂ. വെങ്കിടങ്ങ് പഞ്ചായത്ത് കോടമുക്ക് AMLP സ്കൂളിൽ അവധിക്കാല ചിത്രരചനാ ശില്പശാല സംഘടിപ്പിച്ചു. ചിത്രകലാധ്യാപകൻ ജോഷി കാഞ്ഞിരത്തിങ്കലാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. PTA പ്രസിഡന്റ് നൌഫൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ TU ജെയ്സൺ അധ്യക്ഷനായിരുന്നു. അനു വർഗീസ്, ഫെമി ഫ്രാൻസിസ്, AS ജസീന എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കുട്ടികളുടെ വിഭാഗമായ പൂമൊട്ടുകളുടെ സംഗമം ഉണർവ് ആരംഭിച്ചു. പ്രശസ്ത ബാലതാരം മാസ്റ്റർ ഡാവിഞ്ചി ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷനായിരുന്നു. അധ്യാപകനും കോമഡി ആർട്ടിസ്റ്റുമായ സുധീഷ് അഞ്ചേരി മുഖ്യാതിഥിയായി. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ്, ഫാദർ എബിനേസർ ആന്റണി, ട്രെയിനർ KPR നാഥൻ, കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അവധിക്കാല ക്രിക്കറ്റ് ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി കൈറ്റിപ്പാടം ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ലിജോ ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി, KA പ്രദീപ്, VA ജോൺസൺ എന്നിവർ സംസാരിച്ചു. 5 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കാണ് പരിശീലനം. തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയാണ് ക്യാമ്പ്. പഴയന്നൂർ ടൗണിൽ നട്ടുവളർത്തിയ കഞ്ചാവ് ചെടി എക്സൈസ് സംഘം കണ്ടെത്തി. പഴയന്നൂർ ടൗണിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് കഞ്ചാവ് ചെടി വളർത്തി പരിപാലിച്ചതായി എക്സൈസ് സംഘം കണ്ടെത്തിയത്. നിലവിൽ ആരെയും കേസിൽ പ്രതി ചേർത്തിട്ടില്ല. എക്സൈസ് ഇൻസ്പെക്ടർ V സജീവ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MK ബിനു, പ്രിവന്റീവ് ഓഫീസർ PP ഷാജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചീഷ്, രതീഷ്, പ്രവീൺ, മിഥുൻ, ഷമീർ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. പെരുമ്പിലാവ് സ്വദേശി കൊമ്പത്തയിൽ വീട്ടിൽ റൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. കുന്നംകുളം പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ കൃഷ്ണ തേജയാണ് പ്രതിക്ക് 6 മാസം ശിക്ഷ നൽകിക്കൊണ്ടുള്ള കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ MP PK ബിജുവിനെ ED 8 മണിക്കൂറോളം ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ്. കരുവന്നൂരിൽ ED സജീവമാകുന്നത് CPM BJP ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണെന്ന് K മുരളീധരൻ. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് കസ്റ്റഡിയിലായത്.
കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ നടന്നു. ഈ മാസം 9-നാണ് അശ്വതി കാവ് തീണ്ടൽ. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിൽ. കരിങ്കൽ കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.